അസ്സലാമു അലൈക്കും. ആബിത്താസ് രുചിറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കുന്ന അറേബ്യൻ കബ്സയാണ്. അതിനുവേണ്ടി ജീരകശാല അരി 3 ഗ്ലാസ്, 1 കിലോ ചിക്കൻ തൊലിയോടുകൂടി കാലിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് പട്ട, ഗ്രാമ്പു 5 എണ്ണം, ഏലക്ക 5 എണ്ണം, ജീരകം, ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, വേലീഫ് 2 എണ്ണം, സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞ്, വെളുത്തുള്ളി, ഇഞ്ചി 2 സ്പൂൺ പേസ്റ്റ്, ക്യാരറ്റ്, മല്ലിയില കുറച്ച്, പച്ചമുളക് 3 എണ്ണം, കുറച്ച് എണ്ണ ഒഴിച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജീരകം എന്നിവയെല്ലാം ചേർത്ത് നന്നായി സവാള എന്നിവ നന്നായി വഴറ്റുക. ഉപ്പ് പാകത്തിനിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട്, പിന്നെ പൊടികളെല്ലാം തക്കാളി പേസ്റ്റ് ഇട്ട് ചിക്കൻ ഇടുക. ഇതിന് 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 തക്കാളി പേസ്റ്റാക്കി അതിൽ കുറച്ച് തക്കാളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്താണ് ഞാൻ വഴറ്റുന്നത്. വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർക്കുക. ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം മൂടി വയ്ക്കുക. അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്കിയിട്ട് ഉപ്പ് പാകത്തിലിട്ട്, ഉപ്പിട്ട് ഒരു ചെറുനാരങ്ങ നീര് ഒഴിക്കുക. ഉപ്പ് പാകത്തിലിട്ട് മൂടി വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ വെന്തതിന് ശേഷം ചിക്കൻ കോരിയെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കുക. തയ്യാറാക്കുന്ന വിധം ഒരു സ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് ചിക്കനിൽ പുരട്ടി വയ്ക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത്. പിന്നെ ചിക്കൻ കോരിയ വെള്ളത്തിനകത്തേക്ക് ക്യാരറ്റ് ഇട്ട് 2 സ്പൂൺ നെയ്യും ചേർത്ത് മൂടി വയ്ക്കുക. ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് അരിയിടുക. അരിയിട്ട് നന്നായി ഇളക്കി ഉപ്പ് പാകത്തിന് നോക്കി ഇട്ടിട്ട് മൂടുക. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി മൂടി തുറന്ന് നന്നായി വെള്ളം വയ്ക്കുന്ന സമയത്ത് ഇളച്ച് കഴിഞ്ഞ് വെള്ളം വറ്റി തുടങ്ങി മീഡിയം തീ വയ്ക്കുക.
ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്ത് ചോറിൻ്റെ അകത്തുനിന്ന് ചിക്കൻ തന്നെ വയ്ക്കുക. ചിക്കൻ ഒത്തിരി നല്ല വെന്ത ചിക്കനായതുകൊണ്ട് ഒത്തിരി ഫ്രൈ ചെയ്യണ്ട, 2 വശവും പൊള്ളിച്ചെടുക്കാൻ മാത്രം മതി. സൈഡിൽ കുറച്ച് മല്ലിയില ഇടുക, 3 പച്ചമുളക് ഇടുക. പൊരിച്ച എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ചിക്കൻ്റെ മുകളിൽ ചോറിൻ്റെ മുകളിൽ ഒഴിക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ആ ചിക്കൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ്. അത് മൂടി വയ്ക്കുക. ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അത് 2 തക്കാളി, പച്ചമുളക് 3 വെളുത്തുള്ളി 1 അല്ലി, 2 ഇല മല്ലിയില, ഉപ്പ് പാകത്തിന് ഇട്ട് മിക്സിക്കകത്ത് അരയ്ക്കുക. കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കുക. പാകത്തിന് ഉപ്പും ചേർക്കുക. ഇളക്കി യോജിപ്പിക്കുക. കപ്സ റെഡിയായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ കപ്സയ്ക്ക് നമ്മൾ ഉണക്കനാരങ്ങ നമ്മൾ ചേർക്കും. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറുനാരങ്ങ നീരാണ് ചേർത്ത്. ഇൻഷാ അല്ലാഹ് ഇനി വയ്ക്കുമ്പോൾ ഞാൻ ഉണക്കനാരങ്ങ ഇട്ട് ഞാൻ വയ്ക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.